ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു തേങ്ങ കൊണ്ടുള്ള മാന്ത്രിക വിദ്യയാണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്താൽ മാജിക് പോലെ പണം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര ദുരിതങ്ങളുള്ളവരും ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റമില്ലാത്തവർക്കും ഈ ഒരു കാര്യം തേങ്ങ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല കാര്യമാണ്. ഇപ്പം വീട്ടിൽ ചെയ്യാം, ഓഫീസിൽ ചെയ്യാം, ഒരാളെ ചിന്തിച്ചുകൊണ്ട് ചെയ്യാം. ഇതുവരെ ഞാൻ പറയാത്ത ഒരു രഹസ്യ രീതിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. മാജിക് പോലെ പണം വരും. സകല ദുരിതങ്ങളും മാറും. ഇത് നിങ്ങൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കി പല പല കാര്യങ്ങളുടെ പുറകെ പോയിട്ട് മാറ്റമില്ലാത്തവർ ഇത് ചെയ്യുക. വലിയ മാറ്റമുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, പണം മാജിക് പോലെ അത്ഭുതകരമായി പണം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോക്കകത്ത് ഞാൻ ഒരു സ്വന്തമായിട്ട് ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു അധിക വരുമാനം, ഒരു തൊഴിലുള്ള ഒരാൾക്കാണെങ്കിലും അധിക വരുമാനം ഉണ്ടാകാൻ, ഇനിയും അല്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യേണ്ട പരിഹാരം, അതിനുള്ളൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. അത് കൃഷ്ണനും ഭദ്രകാളിക്കും ചില കാര്യം ചെയ്താൽ മതി. കാരണം എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി തൊഴിലുള്ളവരാണെങ്കിൽ അധിക വരുമാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഏതൊരാളുടെയും ജീവിതത്തിൽ പ്രയോജനപ്പെടും. അതിന് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. കാരണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാരണം ഈ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടി അതിന് ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം പരിഹാരം ചെയ്യാൻ. അത് കൃഷ്ണനും ഭദ്രകാളിക്കും അത് അവസാനമായിരിക്കും പറയുന്നത്. ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. നിങ്ങളുടെ ജീവിതം ആരുടെയും ജീവിതം മാറ്റുന്ന കാര്യമാണ്. അപ്പം ഇത് വളരെ സന്തോഷത്തോടെ ശിവഭഗവാനുള്ള പ്രാർത്ഥനയോടെ ഞാൻ പറഞ്ഞു തരുവാണ്. എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ സ്വന്തമായിട്ട് തയ്യക്കട നടത്തുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് സ്വന്തമായിട്ട് ഹോട്ടല്, റെസ്റ്റോറൻറ്റുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിനറിയേണ്ട ചില കാര്യമുണ്ട്. സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാൻ വയ്യാത്ത തൊഴിൽ പോയി ചെയ്യരുത്. ആ തൊഴിൽ അതിനൊരു ഈശ്വരാധീനം വേണം. അതിന് ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട്. പിന്നെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പണം തട്ടിപ്പുകാരുടെ അടുത്ത് പോയി അബദ്ധത്തിൽ പോയി ചാടുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ മനസ്സിലാക്കി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട വഴിപാടുകളുണ്ട്. ഇനി ഒരാൾക്ക് തൊഴിലുണ്ട്, അധിക വരുമാനം കിട്ടാൻ അതിനും ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അറ്റം മൂലം കണ്ടിട്ട് പോകരുത്. അത് ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർ സ്വന്തം നിലയിൽ നിന്ന് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നവരുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊന്നും സാമ്പത്തികമായിട്ട് ധാരാളം വരുമാന മാർഗ്ഗങ്ങളുണ്ട്. എംബ്രോയിഡറി വർക്ക്സ്, തുണിയുടെ ചെയ്യുന്നുണ്ട്, ബ്യൂട്ടി പാർലർ ചെയ്യുന്നവരുണ്ട്. ഇത് വേണ്ട, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഒരുപാട് പണം ഉണ്ടാക്കുന്നവരുണ്ട് സ്വന്തമായി തൊഴിൽ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകരിക്കും. ഇനി തൊഴിലുള്ളവർക്കും അധിക വരുമാനം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വീഡിയോ മുഴുവൻ കേൾക്കണം കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വീഡിയോ, ഏറ്റവും നല്ലൊരു അറിവുകളായിരിക്കും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണുക. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് വാട്സപ്പിൽ നിങ്ങൾക്ക് സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതാ ചെയ്യുന്നത്. ഇത്രയും ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നത് പറയാം. ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറഞ്ഞു തരാറുള്ളൂ. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതിനൊരു രീതിയുണ്ട്. അതൊക്കെ ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി, എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ഫലം കാണണമെന്നില്ല. കൈരേഖ ഗ്രഹനില അനുസരിച്ച് ഏത് മന്ത്രം ചെല്ലണം, ഏത് സമയം ചെല്ലണം, ഏത് രീതിയിൽ ചെല്ലണം, ശരനൂൽ രഹസ്യങ്ങൾ, ശിവരഹസ്യങ്ങൾ, ഭദ്രകാളി രഹസ്യങ്ങൾ, നല്ല കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തുമില്ല. അതുപോലെയുള്ള ചില വിദ്യകളുണ്ട്, നല്ല കാര്യങ്ങളല്ല. അത് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ ഫ്രീ ആകാറില്ല. ഒരു മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ പോലും പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല.
വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പം സാഹചര്യം മനസ്സിലാക്കുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്, വാട്സപ്പ് ഇടുക കേട്ടോ. എല്ലാവരെയും നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പറ്റുന്നവരുടെ നോക്കി റിപ്ലൈ തരും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഈ കാര്യം പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മളെ ഈ തേങ്ങ കൊണ്ടുള്ള ഈ ഒരു മാന്ത്രിക വിദ്യ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതായത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശ്വാസം ഇടത് മൂക്കിൽ കൂടി എടുക്കുക. എടുത്ത് ഈശ്വര എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് പ്രാർത്ഥിച്ച്, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്ന് ചെയ്യാം. വലത് മൂക്കിൽ കൂടെ വിടുക. എന്നിട്ട് വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് സാമ്പത്തികം നൽകണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് ഇടത് മൂക്കിൽ കൂടെ വിടുക. ഇവിടെ ശ്വാസം ഹോൾഡ് ചെയ്യേണ്ട, കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ഓരോ തവണ ചെയ്ത ശേഷം നമ്മളൊരു നേരത്തെ എല്ലാം സംഘടിപ്പിച്ച് വെക്കണം. ഒരു തൊണ്ടുള്ള തേങ്ങ എടുക്കണം. ഈ തേങ്ങയുടെ തൊണ്ട് ആ ചെയ്യുന്ന ആൾ തന്നെ തൊണ്ട് പൊളിക്കണം. കാരണം ഈ തേങ്ങയിൽ മറ്റൊരാളുടെ കൈപ്പാട് പതിയരുത്. എന്നിട്ട് ഈ വെളുപ്പിന് ഒരു 5:30-ക്കും 5:45-നും ഇടയ്ക്ക്, അതായത് പ്രകൃതി ഉണരുന്ന സമയം, പ്രകൃതി ഉണരുന്ന ആ ഇരുട്ടുള്ള സമയം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഇട്ടോ ഇടാതെയോ ഒക്കെ ചെയ്യാൻ അത് കുഴപ്പമൊന്നുമില്ല. പ്രകൃതിയുടെ ഉണർവുണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റും ആ പ്രകൃതിയിൽ ഒരു ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ടുള്ള സമയം നിങ്ങൾ ചെയ്യുമ്പോൾ ലൈറ്റ് ഇട്ടോ ഒക്കെ ചെയ്യുക, അതിൻ്റെ അത് കുഴപ്പമില്ല. ലൈറ്റ് ഇടാതോ ഇട്ടോ ഒക്കെ ചെയ്യാം. അപ്പം പ്രകൃതി ഉണരുന്ന സമയം 5:30-ക്കോ 5:45-നും ഇടയ്ക്ക് തേങ്ങയുടെ കണ്ണ് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ വലത് ചെവിയിൽ അവിടുന്ന് വലത്തോട്ട് 11 ഒഴിയുക, മനസ്സിലെണ്ണി. അപ്പോഴിത് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ എൻ്റെ വലത് ചെവി കാണിക്കുമ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഇടത്ത് ചെവിയായിട്ട് തോന്നാം. അപ്പോൾ അത് വീഡിയോയിൽ ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. നിങ്ങളുടെ വലത് ചെവിയിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തലയ്ക്ക് വലത്തോട്ട് 11 ഒഴിയുക. ഒഴിഞ്ഞ് ശേഷം ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് കളയണം. ഇത് ശനിയാഴ്ച രാവിലെ ചെയ്യുക, ശനിയാഴ്ചകൾ ആവർത്തിക്കുക. ഒഴുക്ക് വെള്ളത്തിൽ കളയുക എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഒഴുക്കുള്ള എവിടെയെങ്കിലും വെള്ളത്തിൽ കൊണ്ട് കളയുക, അത് നന്നായിരിക്കും. ഇനിയും അത് അത്ഭുതകരമായ ഫലമുണ്ടാക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾ ഒഴുക്കുവെള്ളത്തിൽ കൊണ്ട് കളയാൻ പോകുമ്പം ഇതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ഈ ഒഴുക്കുവെള്ളത്തിലൊക്കെ കൊണ്ട് കളയാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറ്റുന്ന ഒരു പിന്നെ ഒഴുകിപ്പോകുന്ന ഒരു സ്ഥലത്ത് അത് ഇടുക. അതായത് നമ്മൾ ധൃതി പെട്ട് ചെയ്യരുത്. നമ്മളവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഇത് ഇട്ട് കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് എന്താണെന്ന്. നമ്മളൊരു തേങ്ങ ഇതുപോലെ പ്രാർത്ഥിച്ച് കളയുന്നതാണ്, ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങളത് അപ്പം മറ്റുള്ളവരത് കണ്ടിട്ട് അത് നോക്കിയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മത്തിന് ഫലം ലഭിക്കത്തില്ല, നമ്മൾ ചെയ്ത പ്രവർത്തിക്ക് ഫലം ലഭിക്കത്തില്ല. അപ്പോൾ ആരും കാണാതെ ശ്രദ്ധയോടുകൂടി എവിടെയെങ്കിലും ഒഴുക്കുവെള്ളത്തിലോട്ട് ഈ തേങ്ങ കളയുക. അപ്പം അത് കളഞ്ഞു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആ തേങ്ങയിലോട്ട് നോക്കരുത്, തിരിഞ്ഞു നോക്കാതെ ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് പോരണം. ആരും കാണാതെ അത് കളയാൻ ശ്രമിക്കണം. ഇനിയിപ്പം അത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതി എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നിങ്ങൾക്ക് ഇപ്പം ഒഴിയുന്ന തേങ്ങ നിങ്ങൾക്ക് എവിടെയെങ്കിലും സമർപ്പിക്കുകയോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഗണപതിയുടെ നടയിൽ കൊണ്ട് അടിക്കുക, അതിനും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. അത് അങ്ങനെ ഇപ്പോൾ ഒഴുക്കുവെള്ളത്തിൽ കളയാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയും ചെയ്യാം, അതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സൗകര്യം പോലെ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ശനിയാഴ്ച രാവിലെ ചെയ്യണം, ശനിയാഴ്ചകൾ ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിച്ച് ഒരുപാട് ജീവിതത്തിൽ രക്ഷപ്പെട്ട വ്യക്തികളുണ്ട് ഞാനീ പറഞ്ഞ വിദ്യ ചെയ്ത്. അപ്പോൾ തേങ്ങ കൊണ്ടുള്ള ചില വിദ്യകൾക്ക് പ്രത്യേക ശക്തിയാണ്, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഒരു ഓഫീസുണ്ട്, അവിടെ നിങ്ങൾ രാവിലെ ഇച്ചിരി നേരത്തെ പോകണം. അപ്പോൾ ഒരു 5:30-ക്കും 5:45-നും ഇടയ്ക്ക് ഓഫീസ് ചെയ്യണമെന്നില്ല. ഓഫീസ് നിങ്ങൾ രാവിലെ ചൊല്ലുന്ന സമയം നിങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ചെയ്താൽ മതി. പക്ഷേ എങ്കിലും കഴിവതും ഇച്ചിരി നേരത്തെ പോയി നിങ്ങൾ ഓഫീസിൽ കയറിയിട്ട് നിങ്ങളുടെ ഓഫീസിന് നിങ്ങൾ ആ പ്രധാന വാതിലിൽ കൂടെ കയറി നിങ്ങളുടെ ഓഫീസിന് വലത്തോട്ട് 11 ഇങ്ങനെ തേങ്ങ വെച്ച് 11 ഒഴിഞ്ഞ് അതൊന്നുകിൽ ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ കളയാം, എങ്ങനെയാണെന്ന് ചെയ്യാം. ഇനി ഒരാൾക്ക് ഇപ്പം വിവാഹം നടക്കുന്നില്ല, അയാൾക്ക് വിദേശവാസം തടസ്സമുണ്ട്, സർവത്ര തടസ്സമാണ്, ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട്
ആ വ്യക്തിയെ സങ്കല്പിച്ചുകൊണ്ട് ഒഴിഞ്ഞ് ആദ്യം ശ്വാസവിദ്യ ചെയ്യണം. എന്നിട്ട് ആ വ്യക്തി ഇതെപ്പോൾ ഒഴിഞ്ഞാലും അതിനു മുമ്പ് ശ്വാസവിദ്യ ചെയ്യണം. അതിനുശേഷം ആ വ്യക്തിയെ സങ്കല്പിച്ചുകൊണ്ട് ഒഴിഞ്ഞ് ഇതുപോലെ ഗണപതി നടയെ കൊണ്ടടിക്കുക, അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ കളയുക, അല്ലെങ്കിൽ ഒരു രീതി ചെയ്താൽ മതി. ഒന്നുകിൽ ഗണപതി നടയെ കൊണ്ടടിക്കുക, അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ കളയുക. പക്ഷേ ഈ തേങ്ങ നിങ്ങൾ ഗണപതിയുടെ അമ്പലത്തിൽ പിറ്റേ ദിവസം പോയി അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഒരാഴ്ച കൂടുതൽ വീട്ടിൽ കഴിവതും വെക്കരുത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. കാരണം ആ തേങ്ങ വേറെ ആരെങ്കിലും എടുക്കും ഒക്കെ ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ എടുത്താലും അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വീണ്ടും അടുത്ത ശനിയാഴ്ച ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് സൗകര്യപ്രദമായിട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ ഇതിന് വാഹനമുള്ളവർ, അയ്യോ അത് ഒരുപാട് അനുഭവമുണ്ട്. വാഹനത്തിന് ഓട്ടമില്ല. ഇപ്പോൾ ഒരാളൊരു വണ്ടി എടുത്തിരിക്കുന്ന അയാൾക്ക് അതുകൊണ്ട് ജീവിക്കാനാണ്. അപ്പോൾ അവർക്ക് ഇത് ശനിയാഴ്ചകൾ ചെയ്യാം. അങ്ങനെ വണ്ടി ഓട്ടം കിട്ടിയവരുണ്ട്. 3 വർഷം നിർത്താതെ ഓടി കാശുണ്ടാക്കിയവരുണ്ട് ഞാനീ പറഞ്ഞ വിദ്യ ചെയ്ത്. അങ്ങനെ ഒരു ഗതിയില്ലാതെ നടന്നവർ ഈ തേങ്ങയുടെ വിദ്യ ചെയ്ത് ഗൾഫിന് പോയി സ്വന്തമായി വീട് ഭൂമി ഒക്കെ വാങ്ങിച്ച് സമ്പന്നരായി ഇന്നും ഗൾഫിലാണ് ജീവിക്കുന്നവരുണ്ട്. അത് ഞാനിവിടെ കൂടെ പോയാൽ ചെയ്ത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അന്നെനിക്ക് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ജീവിതം മാറ്റിയതാണ്. സ്വന്തമായ തൊഴിൽ, സാമ്പത്തികം, അഭിവൃദ്ധി. അത് നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്തിട്ടും ഫലം കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മാറ്റം വരും. ഇനിയും വീടിനൊഴിയുക, ആ വീട്ടിലെ സർവ്വ ദുരിതങ്ങൾ മാറും. നമ്മൾ രാവിലെ 5:00, 5:30, 5:45 ഇടയ്ക്ക് എഴുന്നേറ്റ് ഇനിയിപ്പോൾ ഇത് 5:30, 5:45 എന്നുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും കുഴപ്പമില്ല. ചിലർ ഒന്നും ചോദിക്കും, സാറേ ഞാൻ 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സാറേ ഞാൻ 3:30 എഴുന്നേൽക്കുന്നത്, അപ്പം ചെയ്യാമോ? ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില സമയം മാറിയാലൊന്നും കുഴപ്പമില്ല. കഴിവതും ഒരു ഇരുട്ടുള്ള സമയം, അതായത് പ്രകൃതി ഉണരുന്ന ഒരു സമയം എന്നുവെച്ചാൽ നിങ്ങൾ ഇരുട്ടത്ത് നിന്ന് ചെയ്യണമെന്നല്ല, ഇരുട്ടത്ത് നിന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പ്രകൃതിയിൽ ഒരു ഉണർവുള്ള സമയം. അപ്പം ഒരു 5:30 അല്ലെങ്കിൽ ഒരു 4 മണി 4 മണിക്കോ 5:30ക്കോ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആ പ്രകൃതിയിൽ ഒരു ഉണരുന്ന സമയമാണ്. ആ ഇരുട്ട് മാറത്തില്ല. അപ്പോൾ ആ സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അല്ലാതെ ഒരുപാട് സംശയത്തിനൊന്നും കാര്യമില്ല. കാരണം ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരും, 3 മണിക്ക് ചെയ്യാവൂ, 4 മണിക്ക് ചെയ്യാവൂ. അതിൻ്റെ ഒന്നും സംശയത്തിൻ്റെ കാര്യമില്ല. അങ്ങനെ മെസ്സേജുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ മുന്നിൽ നിന്ന് നടവാതിക്കൽ നിന്നും വീടിന് 11 ഒഴിയുക. അതിനുമുമ്പ് ശ്വാസവിദ്യ ചെയ്യണം കേട്ടോ. ശ്വാസവിദ്യ ചെയ്തിട്ട് അപ്പോൾ ശ്വാസവിദ്യ മനസ്സിൽ ഈശ്വര എനിക്ക് സാമ്പത്തികം നൽകണമെന്ന് കൂടെ പ്രാർത്ഥിക്കണം. ഈശ്വര എന്നെ സഹായിക്കണം, എനിക്ക് സാമ്പത്തികം നൽകണമെന്ന് പറഞ്ഞു വേണം ശ്വാസവിദ്യ ചെയ്യാൻ. അതിനുശേഷം ഈ തേങ്ങാട് ചെയ്യുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കേണ്ട, മനസ്സിൽ 11 ഒഴിയുക, വലത്തോട്ട് ഒഴിയുക. എന്നിട്ട് ഒഴുക്കുവെള്ളത്തിൽ കളയുക, അല്ലെങ്കിൽ ഗണപതി നടയെ കൊണ്ടടിക്കുക. ഒരു കുഴപ്പമില്ല. ശനിയാഴ്ചകൾ ഇത് ചെയ്യുക കേട്ടോ. ശനിയാഴ്ചകൾ രാവിലെ തന്നെ ഗണപതി നടയെ കൊണ്ടടിച്ചാൽ ഏറ്റവും ഫലമാണ്. ഇത് ശനിയാഴ്ച രാവിലെ തന്നെ ഒഴിക്കിയാൽ ഏറ്റവും ഫലമാണ്. അങ്ങനെയാണ് ഗൾഫിൽ പോയവർക്കൊക്കെ ചെയ്ത്. അന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ഫലമാണ്. ഈ പറ്റത്തില്ല 2-3 ദിവസം വീട്ടിൽ വെച്ചിട്ട് ചെയ്യാനും കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ മാറ്റി വെക്കണം. ഇപ്പം അത് അന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ഫലമാണ് കേട്ടോ. അന്ന് തന്നെ അത് തേങ്ങ അത് ഗണപതി നടയെ കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ ചെയ്താൽ പെട്ടെന്ന് ഫലമാണ്. അനുഭവം ഉണ്ടാകൊണ്ടേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായവരുണ്ട്. സാമ്പത്തികമായ ബ്ലോക്ക് മാറിയവരുണ്ട്. ഇത് അത്ഭുതകരമായ ഒരു മാജിക് പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. കാരണം ഞാൻ പിന്നെ തേങ്ങയുടെ കാര്യം എനിക്ക് ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരനുഭവം എനിക്ക് ഓർമ്മ വരുന്നത്, ദൈവം പോലും വിചാരിച്ച രക്ഷപ്പെടാത്ത ഒരു വ്യക്തി, നാട്ടിൽ അലമ്പ്, വഴക്ക്, കേസ്, ചീട്ടുകളി, മദ്യപാനം എല്ലാം ഉണ്ട്. അയാൾ രക്ഷപ്പെടാൻ അയാൾക്ക് തന്നെ വിശ്വാസമില്ല അയാൾ രക്ഷപ്പെടുമെന്ന്. പക്ഷേ അയാൾക്ക് എന്നോട് ഒരു പ്രാവശ്യം നോക്കിയിട്ട് പുള്ളിക്കൊരു വിശ്വാസമായിരുന്നു, എന്നോടൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ തേങ്ങയുടെ കാര്യം പുള്ളി 3 ശനിയാഴ്ച ചെയ്തതേ ഉള്ളൂ. പുള്ളിക്ക് വലിയ മാറ്റം ഉണ്ടായി. പുള്ളി എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു. പുള്ളി എല്ലാത്തിൽ നിന്നും പുള്ളിക്ക് വിടുതലുണ്ടായി. പുള്ളി നല്ലൊരു രക്ഷപ്പെടണമെന്ന് ചിന്ത നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. പുള്ളിക്ക് ഗൾഫിൽ ജോലി കിട്ടിയെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് കല്യാണം നടന്നു, നല്ല വീട് വെച്ചു, നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നു. അതിനൊരു കാരണക്കാരൻ ഞാനും കൂടെ ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അപ്പം അതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങളിത് ചെയ്യുക. അപ്പം വീടിന് ചെയ്യാം, ഓഫീസിന് ചെയ്യാം, ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യാം, വണ്ടി ഓട്ടമില്ലാത്തതിന് ചെയ്യാം, എന്തിനു വേണമെങ്കിലും ഇത് ചെയ്യാം. ഒരു കുഴപ്പമില്ല കേട്ടോ. അത് ശനിയാഴ്ചകളിൽ രാവിലെ ചെയ്യണം. ഇനി ഇത് ചെയ്യുമ്പോൾ ആരും കാണാതെ ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഇനി ആരെങ്കിലും കണ്ടെന്നേണ്ടി വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത ശനിയാഴ്ച ഒന്നുകൂടെ ചെയ്താൽ മതി. ഇത് സാധിക്കുന്ന പോലെ ശനിയാഴ്ചകൾ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു ദോഷവും നിങ്ങൾക്ക് ബാധിക്കത്തില്ല. മനസ്സിലാവും.
അപ്പോൾ ഇത് നമ്മളിപ്പം ഇപ്പം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിലും അവിടെ കൊണ്ട് നടക്കി വെക്കുവോ അല്ലെങ്കിൽ അവിടെ അടിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം അത് ചെയ്യുമ്പോൾ ഗണപതി ഉപപ്രതിഷ്ഠയാണ് പ്രധാന ദേവൻ എണ്ണയോ മാല കൊടുത്തിട്ടേ അത് ചെയ്യാവുള്ളൂ. ഗണപതിയുടെ ഈ നടക്കടിക്കുന്ന മിക്കവാറും ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടടുത്തെല്ലാം നടക്കടിക്കുന്ന ഒരു സ്ഥലം കാണും, അവിടെ അടിച്ചാലും മതി. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് രക്ഷപ്പെട്ടവരുണ്ട്. അതൊരു തയ്യക്കടയായിരിക്കാം, അല്ലെങ്കിൽ ഒരു തുണിക്കടയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സുകളായിരിക്കാം എന്ന് വേണ്ട ഒരുപാട് ആളുകൾ ഇന്ന് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ. അതെനിക്ക് വലിയ സന്തോഷമാണ്. അവരുടെയിലൊക്കെ പണമുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലും പണം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? പണത്തിന് പകരം വേറൊന്നും ആകത്തില്ല. ഇപ്പം നമുക്ക് എത്ര തത്വം പറഞ്ഞാലും നമ്മളൊരു കടയിൽ ചെന്നാൽ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം വേണമെങ്കിൽ അവിടെ തത്വം പറഞ്ഞിട്ടോ എൻ്റെ കഷ്ടകാലം പറഞ്ഞിട്ടോ ഒന്നും ആരും സാധനം വെറുതെ തരത്തില്ല. പൈസ കൊടുക്കണം. ഒരു ആശുപത്രി ചെല്ലുമ്പം അവിടെ ഡോക്ടർക്ക് ഫീസ് കൊടുക്കണം, മരുന്നിന് പൈസ കൊടുക്കണം. അവിടെ എനിക്ക് കുറേ അറിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പണ്ട് മുതലേ ദുരിതമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കഷ്ടകാലമൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പണത്തിന് പകരം ഒന്നും ആകത്തില്ല, പണം തന്നെ വേണം. അതാണ് ജീവിതത്തിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. എന്ന് കരുതി നമ്മൾ തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ അവസാനം പറയാം. അതിന് മുമ്പേ ഈ പണത്തെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്, തകർച്ചയ്ക്ക് കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ ചെറുപ്പത്തിൽ മനസ്സിലാക്കി വെച്ച ഒരു അറിവാണ്. അതാണ് ഞാനിവിടെ പൊളിച്ചെഴുതാൻ പോകുന്നത്. അതെന്താണെന്നറിയാമോ? നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിലെല്ലാവരും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ചെലവ് ചുരുക്കി ജീവിക്കണം. അത് ഏറ്റവും വലിയ അബദ്ധമാണ്, മണ്ടത്തരമാണ്. അത് ഞാൻ തെളിയിച്ചു തരാം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വഴിപാട് ചെയ്യാവുള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. കാരണം ഞാൻ പറഞ്ഞ രക്ഷപ്പെട്ട് ചെയ്തവരെല്ലാം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി രക്ഷപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ. അതായത് ചെലവ് ചുരുക്കി ജീവിക്കണം എന്നുള്ളതാണ് നമ്മളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ അബദ്ധമാണ് അത് ഞാൻ പറഞ്ഞ് തെളിയിച്ചു തരാം. എന്ന് കരുതി ചെലവ് ആഡംബരം കാണിച്ച് കടത്തിപ്പോയി ചാരണമെന്ന് അതിന് അർത്ഥമില്ല. ആഡംബരം കാണിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ചെലവ് ചുരുക്കി ജീവിക്കേണ്ട, അത്യാവശ്യം ഒരു മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള ചെലവ് ചെയ്യണം. ചെലവ് ചുരുക്കമല്ല ചെയ്യേണ്ടത്. ആഡംബരം കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ചെലവ് ചുരുക്കമല്ല ചെയ്യേണ്ടത്. ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ജീവിക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള ചെലവ് ചെയ്യണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വരുമാനം കൂട്ടിക്കൊണ്ടിരിക്കണം. അവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വരുമാനം കൂട്ടിക്കൊണ്ടിരിക്കണം. എപ്പോഴും ജീവിതത്തിൽ അധിക വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ ചെലവ് ചുരുക്കമല്ല ചെയ്യേണ്ടത്. ആഡംബരങ്ങൾ ഒഴിവാക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് അതുപോലെ മനസ്സിലാക്കുക. ആഡംബരത്തിൽ പോയി പൈസ കളയണം എന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം വേണ്ട ചെലവുകളെല്ലാം സുഖമായിട്ട് തന്നെ ജീവിക്കണം. അധിക വരുമാനം ഉണ്ടാക്കണം. വരുമാനം ദിവസവും അല്ലെങ്കിൽ മാസവും കൂട്ടിക്കൊണ്ടിരിക്കണം. അവിടെയാണ് അതിൻ്റെ കളി കിടക്കുന്നത്. അല്ല ചെലവ് ചുരുക്കാൻ നിങ്ങൾ പോകണ്ട. പറഞ്ഞാൽ മനസ്സിലാകും. ചെലവ് ചുരുക്കിയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാനത് പറഞ്ഞു തരാം, തെളിയിച്ചു തരാം. എങ്ങനെയാണെന്നറിയാം. ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് ചുരുക്കി, നമ്മൾ ഭക്ഷണം മേടിക്കുന്നത് ചുരുക്കി, നമ്മൾ പിന്നെ ഇപ്പം ഒരു ഓട്ടോ പിടിച്ച് പോകേണ്ട അടുത്ത് നടന്നു പോയി അത് ലാഭിച്ചു. അങ്ങനെ നമ്മൾ വസ്ത്രം വല്ലപ്പോഴും മേടിക്കുക, അത് ലാഭിച്ചു. നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ഒരു സിനിമ കാണാൻ പോകാതെ അത് ലാഭിച്ചു. ഇതൊക്കെ ഉണ്ടല്ലോ ദരിദ്രമായൊരവസ്ഥയാണ്. അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യവും. നമ്മൾ ചിലവ് ചുരുക്കുക അല്ല ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ആഡംബരം ചെയ്യണ്ട, പക്ഷെ ചിലവ് ചുരുക്കുക. അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ട ചിലവുകളെല്ലാം വേണം. വരുമാനം കൂട്ടിക്കൊണ്ട് വരണം. ദിവസവും അല്ലെങ്കിൽ മാസവും അധിക വരുമാനം ഉണ്ടാക്കണം. ആ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. വരുമാനം കൂടുമ്പോൾ ചിലവ് ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതായിക്കോളും. അല്ലാതെ ചിലവ് ചുരുക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ആവശ്യത്തിന് വേണ്ട എല്ലാ ചിലവുകളും ചെയ്തോണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരുമാനം കൂട്ടുക, ആ ഒരൊറ്റ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. വരുമാനം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലവ് ചുരുങ്ങിക്കോളും. അല്ലാതെ അതിൽ നമ്മളൊരു കുറവും വരുത്തണ്ട. ചിലവ് ചെയ്യേണ്ട എല്ലാം ചിലവ് ചെയ്യണം. നമുക്ക് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് മാന്യനായിട്ടൊരു മനുഷ്യനായിട്ട് ജീവിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വേണം. അതിനകത്തൊന്നും ചുരുക്കാൻ പോകരുത്. അങ്ങനെ ചുരുക്കി ജീവിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അധപ്പതനമാണ്. ഒരു ഏറ്റവും വലിയൊരു അവസ്ഥയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്.
വരുമാനം കൂട്ടുക, അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചിലവ് ചുരുങ്ങി വരും. അല്ല ചിലവ് ചുരുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ചിലവെല്ലാം ആവശ്യമുള്ള ചിലവുകൾ ചെയ്തോണം. വരുമാനം കൂട്ടുക, ആ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അവിടാണ് നമ്മുടെ ചിന്ത മാറേണ്ടത്. വരുമാനം കൂട്ടുന്നത് എങ്ങനെയാണ്? വരുമാനം കൂട്ടാൻ വേണ്ടി ഒരു വഴി എന്ന് പറഞ്ഞാൽ അധിക വരുമാനം ഉണ്ടാക്കുക. അതിനെന്തു ചെയ്യും? ഏറ്റവും സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഒരു ചായക്കട ആയിക്കോട്ടെ, ഒരു തുണിക്കട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മുറുക്കാൻകട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൂൾ ബാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തയ്യൽക്കട ആയിക്കോട്ടെ, നമുക്ക് പല കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. എന്ന് കരുതി പറ്റാത്ത ഒരു കാര്യത്തിൽ പോയി പൈസ മുടക്കി കളയണമെന്നോ ആരെങ്കിലും സാമ്പത്തിക തട്ടിപ്പുകൾ പോയി ചാരണമെന്നോ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഒരാൾക്ക് സ്വന്തമായൊരു തൊഴിലുണ്ട് ഉണ്ടെങ്കിൽ അധിക വരുമാനത്തിന് വേണ്ട കാര്യങ്ങൾ ഒരു സൈഡ് ബിസിനസ്സായിട്ടോ ഒക്കെ ചെയ്യണം. അങ്ങനെ വരുമാനം എപ്പോഴും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലവ് ചുരുക്കാൻ പോകരുത്. ചിലവ് ചുരുക്കിയവരാരും ജീവിതത്തിൽ ഒരു നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഇത്രയും അനുഭവങ്ങൾ എൻ്റെ കൺമുന്നിലുണ്ട്. നമ്മളോടെല്ലാം പറയും ചിലവ് ചുരുക്കി ജീവിക്കണമെന്ന്. ഇപ്പം നമ്മളൊരു ചെറിയ സ്ഥാപനത്തിലായിരിക്കും ജോലി ചെയ്യുന്നത്. ചെറിയ സ്ഥാപനം വലിയ സ്ഥാപനം ആയിക്കോട്ടെ, മാസ വരുമാനം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും തികയത്തില്ല. കാരണം എത്ര മാസ വരുമാനം വന്നാലും അതിനൊപ്പിച്ച് ചിലവ് ഇപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അധിക വരുമാനം കണ്ടെത്തണമെന്ന് പറഞ്ഞത്. ഒരു സൈഡ് ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തൊഴിലായിക്കോട്ടെ ചെയ്യണം. അങ്ങനെ സമ്പത്ത് വരത്തുള്ളൂ. ദിവസം പണം വരുന്നവൻ്റെ കയ്യിലെ പണം കാണത്തുള്ളൂ. അതിനൊരു സ്വന്തമായിട്ടൊരു തൊഴിലോ സൈഡ് ബിസിനസ്സോ വേണം. അല്ലാതെ വേറെ എന്തു ചെയ്താലും മാസ വരുമാനം കൊണ്ട് ധനികനാകത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന നീ എവിടത്തെങ്കിലും ജോലി ചെയ്ത് നീ ജീവിക്കുക, അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ജീവിക്കാനാണ് പറയുന്നത്. അതിൽ തെറ്റൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം ഒന്നുകിൽ ഒരു സൈഡ് ബിസിനസ് വേണം, അല്ലെങ്കിൽ അതിന് പറ്റാത്തവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കണം. ജീവിതകാലം മുഴുവൻ ഒരു തൊഴിലിൽ മാത്രം, ഒരു വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. ഇനിയും നമ്മൾ തട്ടിയും മുട്ടിയും ഒരു ജോലി ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുന്നു, വലിയ കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ നമ്മളപ്പം വിചാരിക്കും, ചിലവൊക്കെ ചുരുക്കി, ആഹാരത്തിൽ ചുരുക്കുന്നു, വസ്ത്രത്തിൽ ചുരുക്കുന്നു, അല്ലെങ്കിൽ യാത്രയിൽ ചുരുക്കുന്നു, എല്ലാം നമ്മൾ ചുരുക്കി പോകാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ജീവിതം ആകുന്നില്ലത്. ഒരു ആശുപത്രി കേസായിട്ട് വരുന്നു. ആശുപത്രി ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്നു. അവിടെ ആ കുടുംബം തകരും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അറിയാം. അവിടെ ആ കുടുംബം തകരും. കാരണം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ, കാരണം ഈ അറ്റപ്പറ്റ ജീവിച്ചു പോകുന്നവന് എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു പാളിച്ച പറ്റിയാൽ, ഒരു ആശുപത്രി കേസായിട്ട് വന്നാൽ, ഒരു നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അവിടെ അവൻ്റെ ജീവിതം നശിച്ചു. കാരണം വലിയ തുക വേണ്ടി വരും. അപ്പോഴത്തേന് ലോകം മുഴുവൻ കടം മേടിക്കും, രാഷ്ട്രസ്ഥലവും പീഡിപ്പിക്കും, ഒരു ഗതിയാകും. അങ്ങനെ ഒരുപാട് ആ ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാടില്ല. അതിനാണ് ഞാൻ വഴിപാടോട് അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ സ്വന്തമായിട്ടൊരു ചായക്കട ആയിക്കോട്ടെ, ഒരു തുണിക്കട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മുറുക്കാൻ കട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൂൾ ബാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന ഏത് രീതിയിലും സൈഡായിട്ട് ഇത് നിങ്ങൾക്ക് കാശുണ്ടാക്കാം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ദിവസവും നിങ്ങൾ കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മാസം ആയിക്കോട്ടെ നിങ്ങൾ അധിക വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സാമ്പത്തികമായിട്ട് തകരത്തില്ല. നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നിങ്ങളുടെ പണം കാണും. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സൈഡ് ബിസിനസ് ഉള്ളവൻ്റെ പണം കാണും. നിങ്ങൾക്ക് ഒരിക്കലും തകരത്തില്ല. അവിടാണ് നമ്മൾ അധിക വരുമാനത്തിൻ്റെ പ്രാധാന്യം. മനസ്സിലായില്ലേ? അതുവരെ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോകാൻ പറ്റും. പക്ഷെ അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈശ്വര എൻ്റെ ഈ നമ്മളെപ്പോലും സഹായിക്കുന്നപ്പോഴും അവൻ എന്തെങ്കിലും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവനായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവൻ, അവൻ്റെ കയ്യിലേ കാശുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അധിക വരുമാനം ഉണ്ടാക്കണം. ഒന്നുകിൽ സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ ശ്രമിക്കണം. അത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നറിയോ? ഒരാൾ രക്ഷപ്പെടാനും നശിക്കാനും ബിസിനസ് മതി, അല്ലെങ്കിൽ സ്വന്തമായ തൊഴിൽ, ഒരു സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം മതി. ഒരുത്തൻ നശിക്കാനും ഒരിക്കൽ നന്നാകാനും. എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പം ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുമെന്നാണ്. നശിക്കാനും അത് മതി, ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ. ശരിയായിട്ട് ചെയ്താൽ ജീവിതം തന്നെ മാറും. അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, നമുക്കെല്ലാം ലക്ഷ്യങ്ങളുണ്ട്, അല്ലേ? ഇപ്പം പണമുള്ളവനും പണമില്ലാത്തവനും
ജീവിതത്തിൽ വിജയിച്ചവനും ജീവിതം നഷ്ടപ്പെട്ടവനും എല്ലാം ലക്ഷ്യമുണ്ട്. ലക്ഷ്യം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ലക്ഷ്യം നേടാൻ വേണ്ടി ചില സമ്പ്രദായങ്ങളെ രൂപപ്പെടുത്തണം. സമ്പ്രദായങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 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 തയ്യൽക്കട ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരു ഉദാഹരണമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹോട്ടലായിക്കോട്ടെ, ഒരു ഹോട്ടലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഈ ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യമില്ല. ലക്ഷ്യം വേണം, ഒരു വേണ്ടെന്നല്ല പറഞ്ഞത്, ഒരു ദിശാബോധം വേണം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതല്ല. നിങ്ങൾ സമ്പ്രദായങ്ങളെ രൂപപ്പെടുത്തണം. അത് നിങ്ങളൊരു ചായക്കട ഇടാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു റൂം, ഒരു വാടകയ്ക്കെടുക്കാൻ പറ്റിയ ഒരു റൂം ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അവിടെ കച്ചവടം വരുമോ, അതിപ്പോൾ ഒരു ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരുന്ന ജനങ്ങൾ വരുന്ന ഒരു കവലയിലാണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കച്ചവടം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഏതു തരം ഫുഡായിരിക്കും കൂടുതൽ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സമ്പ്രദായങ്ങൾ. എന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു ചായക്കട ഇട്ടെന്ന് വിചാരിക്കുക. ആ ചായക്കടയിൽ നിങ്ങൾ ദിവസവും അവിടെ ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവന് നിങ്ങൾ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ആർക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ടെങ്കിലും അവന് സംതൃപ്തമാകാൻ വേണ്ടി ആ ഓരോ ഇടപാടുകളിലും ശ്രദ്ധിക്കുക. അതായത് ഓരോരുത്തരും ചായ കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നല്ല രീതിയിൽ സെർവ് ചെയ്യുക. അങ്ങനെ ചെറിയ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അതാണ് സമ്പ്രദായങ്ങൾ. ഒരു ബിസിനസ് നന്നായിട്ട് അല്ലെങ്കിൽ ഒരു കട നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങളാണ് സമ്പ്രദായങ്ങൾ. നല്ല റൂം വേണം, നല്ല കച്ചവടമുള്ള സ്ഥലമായിരിക്കണം, അവിടെ ചിലവാകുന്ന ഫുഡ് ഏതാണെന്നുള്ളത് അറിയണം, ആ ഓരോ ദിവസവും നടക്കുന്ന ആ ഇടപാടുകൾ, അപ്പോൾ നമ്മൾ കടയിൽ വരുന്നവന് ഭക്ഷണം വിളമ്പുന്നു, അതൊക്കെ ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതിനെയാണ് സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത്. അത് ഏത് ബിസിനസ്സിനാണെങ്കിലും ഈ സമ്പ്രദായങ്ങൾ ദിവസവും ചെയ്താൽ മതി. ലക്ഷ്യം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൂടും. ലക്ഷ്യത്തെ മാത്രം ചിന്തിച്ചിരിക്കുന്നവന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ലക്ഷ്യം വേണം, പക്ഷേ സമ്പ്രദായങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ, നിങ്ങളിപ്പോൾ ഒരു തയ്യൽക്കടയാണെങ്കിലും നിങ്ങളുടെ കടയിൽ നല്ലൊരു റൂം തപ്പണം. ആ റൂം കിട്ടുന്നിടത്ത് ആളുകൾ വരുന്നിടമായിരിക്കണം. അത് നിങ്ങൾ അവർക്ക് ഒരാൾ തയ്ക്കാൻ തന്നാൽ അവർക്ക് ആ തരുന്ന ആൾക്ക് നല്ല സർവീസ് കൊടുക്കണം. അങ്ങനെ ദിവസമുള്ള ഓരോരോ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് പണം വന്നോളും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് ഞാനിനിയും ചില വഴിപാടുകളിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒരു സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ സൈഡായിട്ടൊരു അധിക വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ലക്ഷ്യം വേണ്ടെന്നല്ല പറഞ്ഞു. അതോടൊപ്പം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് നന്നായിട്ട് ചെയ്യേണ്ടത്. പണം തനിയെ വന്നോളൂ. നിങ്ങളൊരു ഒരു 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 ബേക്കറി ഇട്ടു. ആ ബേക്കറി വരുന്നവനെ ഓരോ ദിവസവും വരുന്ന ഓരോ ആളുകളെയും തൃപ്തിപ്പെടുത്തി അതിനെന്തു ചെയ്യണം? അതാണ് സമ്പ്രദായം. അത് ചെയ്താൽ മതി, പണം വന്നോളൂ. മനസ്സിലാകുന്നുണ്ടോ? അവിടാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടാണ് പഠിച്ച് ചെയ്യേണ്ടത്, അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനിയും ഒരു രണ്ട് വഴിപാടുകൂടെ പറഞ്ഞുതരാം. സ്വന്തമായി തൊഴിൽ ചെയ്തവർക്കൊക്കെ ഞാൻ ഈ വഴിപാട് ചെയ്ത് അവരൊക്കെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതായത് വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ രാവിലെ 6-നും 6:30 ഇടയ്ക്ക് പോവുക. ത്രിമധുരം, പുരുഷ സൂക്താർച്ചന തൊഴിൽ നിന്നല്ല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഇത് 3 ചെയ്ത് ഭഗവാനെ സമർപ്പിക്കുക. 3 വലത് വെച്ച് ഭഗവാനെ എനിക്കൊരു സാമ്പത്തിക മാർഗം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കൈ ചില്ലറ കയ്യിലെടുത്ത് ഭഗവാനെ മനസ്സുകൊണ്ട് 3 പ്രദക്ഷിണം വെക്കണം. മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ചു. എന്നിട്ട് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ, എനിക്കൊരു സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു അധിക വരുമാനത്തിന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു വഴി നൽകണേ ഭഗവാൻ എന്ന് പറഞ്ഞ് ഇത് ഭഗവാന്റെ മുന്നിലെ കാണിക്കൽ ഇടുക. പിന്നെ ശ്രീകോവിലോട്ട് നോക്കണ്ട, മിണ്ടാതുരിയാടെ ഒന്നും ചിന്തിക്കുക, അവിടുന്ന് ഇറങ്ങിപ്പോരുക. അതേക്കുറിച്ച് ചിന്തിക്കണം. ഇതെല്ലാം വ്യാഴാഴ്ച രാവിലെ ചെയ്യുക. നമ്പർ 1. നമ്പർ 2, ഇത് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ, അതുകൂടാതെ നിങ്ങളുടെ വീടിൻ്റെ ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ഒരുപാട് ആളുകൾ വരുന്ന കൃഷ്ണക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണം. അവിടെ മലയാള മാസം 1-ാം തീയതിയോ ഏതെങ്കിലും ഒരു ദിവസം പോവുക, അവിടെ ഇത് ചെയ്യുക. അത് മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ആഴ്ചകൾ ആവർത്തിക്കണം. 2 കാര്യങ്ങളായി. 3-ാമത്തെ കാര്യം, നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ അമ്മയ്ക്ക് ഒരു കടുംപായസം
ഒരു ചെമ്പരത്തിമാല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അതാണ്. ഇനി ചെമ്പരത്തിമാല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന കൊടുക്കുക. അത് തിരുമേനോട് പറഞ്ഞ അകത്ത് ചെയ്തോളും. ചെമ്പരത്തിമാല ഇല്ലേ ബാക്കി സൂക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക. ചെമ്പരത്തിമാല ഉണ്ട്, ചെമ്പരത്തിമാലയും കടുംബായുസവും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും. ഇനി ചെമ്പരത്തിമാല ഇല്ലെങ്കിൽ കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും ശ്രീകോവിലിനുള്ളിൽ ചെയ്യുക. കോളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കണം. അവിടെ മലരുകൊണ്ട് മീനോട്ട് നടത്തണം. ഇതിന് 6 6:30 ഇടയ്ക്ക് ചെയ്യുക. വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിക്കുക. ഞാനീ പറഞ്ഞ കാര്യം ചെയ്തു ഒരുപാട് ആളുകൾ സ്വന്തമായി പല തൊഴിലുകളും ചെയ്ത് വളരെ സാമ്പത്തികത്തിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് പണത്തിന് പണം തന്നെ വേണം, അല്ലാതെ നമ്മൾ വേറെ എന്തും അതിന് പകരമാകത്തില്ല എന്ന് കരുതി നല്ല രീതിയിലെ പണം ഉണ്ടാക്കാവുള്ളൂ എന്ന് കരുതി നമ്മൾ മോശമായ രീതിയിലോ തട്ടിപ്പുകളിലോ ഒന്നും പോയി ചാരണമെന്നല്ല പറയുന്നത്. ഒരു കാര്യം പഠിച്ചിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഈശ്വരൻ എന്തെങ്കിലും ഒരു കഴിവ് നൽകിയിട്ടുണ്ടായിരിക്കും, അത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെ അധിക വരുമാനം വരുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ലെങ്കിൽ എന്നും കൊന്നും ദാരിദ്ര്യമായിട്ട് പോകും. എന്ന് വെച്ചപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഫഷണലാണ്, അത് നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അധിക വരുമാനത്തിന് വേണ്ടി ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ മാത്രം ചെയ്യുക. ഞാൻ ചെയ്യുന്നുണ്ട്, അത് എൻ്റെ ഒരു പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ അല്ല പറഞ്ഞാൽ, നിങ്ങൾക്ക് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ അധിക വരുമാനത്തിലുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് നല്ലതെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീടുണ്ട്, അവിടെ നിങ്ങൾക്ക് സ്ഥലമുണ്ട്, റോഡ് സൈഡാണ്, കടമുറി പണിത് അവിടെ നിങ്ങൾക്ക് അതുകൊണ്ട് വരുമാനം കിട്ടുമെങ്കിൽ അങ്ങനെ ഏത് കാര്യവും പ്രൊഫഷണലായിട്ട് തൊഴിലുള്ളവർക്ക് സൈഡായിട്ട് അധിക വരുമാനത്തിന് ചെയ്യാം. അല്ലെ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചാൽ ഒരു കച്ചവടം നടക്കുമെങ്കിൽ ഒന്നും അറിയാതെ പൈസ കഴിഞ്ഞു പോരും. അതൊക്കെ നല്ല രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുക. ഇനി അല്ലാത്തവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. ദിവസവും പണം വരുന്നവൻ്റെ കയ്യിലേ സമ്പന്നനാകത്തുള്ളൂ. ദിവസവും പണം വരുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു നല്ല രീതിയിൽ കടമുള്ളൊരു ചായക്കട, നല്ല രീതിയിൽ കച്ചവടമുള്ളൊരു ചായക്കടക്കാരൻ്റെ സാമ്പത്തിക നില ഭയങ്കരമാണ്. നിങ്ങൾ വിചാരിക്കുന്നവരൊന്നുമല്ല. അവർ ഇഷ്ടംപോലെ സ്ഥലവും വീടും വാങ്ങുന്നു, വലിയ സാമ്പത്തികമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കളിയൊന്നുമല്ല. ഒരു ചെറിയ ചായക്കടയായിരിക്കും, നല്ല കച്ചവടമുള്ള കടയാണെങ്കിൽ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കുക. അവനാ ജീവിക്കുന്നത്, അവൻ്റെ കയ്യിലാണ് പണമുള്ളത്. പക്ഷെ മനസ്സിലായി. അതുപോലെ ഒരു നല്ലൊരു ബ്യൂട്ടി പാർലർ അവരൊക്കെ നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവരൊക്കെയാണ് ജീവിക്കുന്നത്. അതൊരു തയ്യൽ കട ആയിക്കോട്ടെ. ഞാനിത് പറയാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഞാനൊരു സ്ത്രീയെ ഒരു തയ്യൽക്കടയല്ല വീട്ടിൽ തയ്ക്കുക. അപ്പോൾ അവർ നല്ല തയ്യൽക്കാരിയാണ്. നല്ല തയ്യൽക്കാരി എന്ന് പറഞ്ഞാൽ നല്ല മികച്ച തയ്യൽക്കാരി, അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് സ്വന്തമായിട്ടൊരു റൂം ഇടാനോ അവിടെ ഒരു തയ്യൽക്കട തുടങ്ങാനോ ഒന്നും ധൈര്യമില്ല. അവർക്ക് ദാരിദ്ര്യമാണ്. അവരമ്പലത്തിലും പോകത്തില്ല. എന്നിട്ട് ദൈവത്തെ പഴിച്ച് ജീവിക്കുക. നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണ്. അപ്പം അവർക്ക് ഞാനീ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്താൽ ക്ഷേത്രത്തിൽ പോയാൽ അതിനുള്ള ബുദ്ധി ഈശ്വരൻ കൊടുക്കും, കഴിവും കൊടുക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒരു റൂം കണ്ടെത്തണം, അവിടെ നിന്ന് നമ്മൾ വർക്ക് ചെയ്യണം, ആളുകളോട് നല്ല രീതിയിൽ ഇടപെടണം. ഓരോ ഇടപാടുകളിലും ആ കസ്റ്റമർക്ക് സംതൃപ്തി വരുന്ന രീതിയിൽ നല്ല സർവീസ് കൊടുക്കണം. അത് സമ്പ്രദായങ്ങൾ, അത് നമ്മൾ ചെയ്യണം. അത് ഈശ്വരൻ വന്ന് ചെയ്യത്തില്ല. പക്ഷെ നമുക്കൊരു നല്ല ബുദ്ധി തോന്നുവാനും തെളിയുവാനും വഴിപാടുകൾ ചെയ്യണം. അമ്പലത്തിലും പോകത്തില്ല, പക്ഷെ നല്ല കഴിവുള്ളതാണ്. സ്വന്തമായിട്ട് വല്ലപ്പോഴും ഒരു വീട്ടിലൊരു തയ്യൽ വരും, അത് തയ്ച്ചു കൊടുക്കും. ദാരിദ്ര്യം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോയിലൊന്ന് പറയണമെന്ന്. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാറുണ്ട്. അത് ഒരുപാട് തൊഴിലുകൾ സ്വന്തം നിലയിൽ ഒരുപാട് വീട്ടമ്മമാരായിക്കോട്ടെ, അവരൊക്കെ ജീവിതത്തിൽ വളരെ സാമ്പത്തികം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരാളുടെ അവസ്ഥ ചിന്തിച്ചപ്പോൾ ഞാനിത് വീഡിയോ പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് തേങ്ങയുടെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ സ്വന്തമായിട്ട് വാഹനങ്ങളെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര്. അവർക്ക് ഓട്ടം കിട്ടാൻ വേണ്ടി എല്ലാം ഞാൻ പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ അധിക വരുമാനത്തിൽ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ ശ്രമിക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും കൈ പൈസ കാണത്തില്ല. സ്വന്തം തൊഴിൽ ചെയ്യുന്നവൻ്റെ കാശ് കാണും, അതിനകത്ത് അല്ലെ അധിക വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതിൻ്റെ പൈസ കാണത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ആശുപത്രി കേസ് കേട്ടോ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തകർച്ച വരുമ്പോഴാണ് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ചുരുക്കി ജീവിക്കണം എന്നുള്ള ചിന്താഗതി തെറ്റാണെന്ന് മനസ്സിലാകുന്നു. അപ്പം നക്ഷത്രം എണ്ണിപ്പോവും. ഇത് നിരവധി അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ട കാര്യമായി പറഞ്ഞിരുന്നത്. ഇനിയിപ്പം നമ്മളൊരു ചിലർ വിചാരിക്കും, എടാ വീട്ടിൽ ബിസിനസ് ചെയ്യാം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളുണ്ട്. വീട്ടിൽ നിങ്ങൾക്ക് ആളുകൾ വന്ന് മേടിക്കുമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാം. ചിലർ ഉച്ചയ്ക്ക് ഊണ് ചില വീട്ടിൽ കൊടുക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്.
പക്ഷെ നിങ്ങൾ ഒരു 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 90% ബിസിനസ്സുകളും വീട്ടിൽ ചെയ്യരുത്. എന്തുകൊണ്ടാണെന്നറിയും? ഒരു റൂം എടുത്തിട്ട് അതിന് സാധ്യതയുള്ളിടത്തേ ചെയ്യാവുള്ളൂ. അത് പറ്റുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയില്ലേ ചെയ്യാവുള്ളൂ. കാരണം എല്ലാവർക്കും വീട്ടിൽ ചെയ്താൽ മതിയല്ലോ. പക്ഷെ വീട്ടിൽ ചെയ്യുന്നതും നമ്മളൊരു റൂം എടുത്ത് അതിന് സാധ്യതയുള്ളൊരു സ്ഥലത്ത് ചെയ്യുന്നത് രണ്ടും രണ്ടാണ്, വലിയ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ സമ്പ്രദായങ്ങളിൽ നിന്നുണ്ട്. അതായത് നമുക്കൊരു ബിസിനസ് ചെയ്താൽ എന്തൊക്കെ വേണോ സാമ്പത്തികം വരാൻ, അത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ നമ്മൾ പൈസ എന്ന് പറഞ്ഞാൽ ആ പൈസ ശരിക്കും നമ്മളെ ഒരു ചുറ്റി പിടിച്ചോ ഒക്കെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണം ചെയ്യാൻ. ലോൺ എടുത്തോ അങ്ങനെ ചെയ്താലൊന്നും ഈ പല ബിസിനസ്സുകാർക്കും പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? അവർക്ക് വീട് കാണും, കാറ് കാണും, ബംഗ്ലാവ് കാണും, പക്ഷേ മുഴുവൻ കടത്തിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടുകേട് വന്നാൽ ഇത് മുഴുവൻ ബാങ്ക് കൊണ്ടുപോകും. അവരുടെ ഒന്നും കാണത്തില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് പലരും ബിസിനസ് ചെയ്യുന്നത്. അതല്ല ബിസിനസ്. നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ബാങ്കിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം, അല്ല ബാങ്കിൽ നിന്ന് ലോൺ മാത്രം എടുക്കുന്ന ആളുകളാകരുത്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ്. എന്തിനും കണ്ണടച്ച് ലോൺ എടുക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതല്ല, ലോൺ എടുത്തോ, അതിൻ്റെ അത് തെറ്റില്ല, ആവശ്യത്തിന് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ജീവിതം മുഴുവൻ ലോണായി പോകരുത്. നിങ്ങൾ പൈസ ഉണ്ടാക്കി ബാങ്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാകണം. അപ്പോഴേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ബാങ്കിന് വേണ്ടിയായിരിക്കും. അത് പാടില്ല. ലോൺ എടുക്കണം, ആവശ്യത്തിന് എടുക്കണം. പക്ഷെ അത് നിങ്ങൾ വീട്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് അധിക വരുമാനം നല്ല രീതിയിൽ ഉണ്ടാക്കി ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ്സുകളിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് പറ്റുന്നതിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളവരാണ് സമ്പന്നരാകുന്നത്. പറഞ്ഞാൽ മനസ്സിലാവും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതൊരു ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, വലിയ ബിസിനസ് ആയിക്കോട്ടെ, ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് അതിന് തുക കണ്ടെത്തണം. നിങ്ങൾ ചുറ്റി പിടിച്ചോ കടം മേടിച്ച് ചെയ്യരുത്. ലോൺ എടുത്ത് ചെയ്താലും ഒക്കെ അതുകൊണ്ട് ഒരു മെച്ചമായി വരാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പം നമ്മൾ വലിയൊരു വീടുണ്ടാക്കി മൊത്തം ലോണാണ് എങ്കിൽ നമ്മൾ ശരിക്കും കടക്കാരനാണ്. ആ ലോൺ അടച്ചു തീരുന്നതിനും വരെ നമ്മൾ കടക്കാരനാണ്, ബാങ്കിന് കടക്കാരൻ. അപ്പം നമ്മൾ ലോൺ എടുത്ത് വെക്കരുതെന്നോ ഒന്നുമല്ല, ആവശ്യത്തിന് വെച്ചു. പക്ഷേ നമ്മൾ ഒരധിക വരുമാനം കണ്ടെത്തി ആ ലോൺ അടച്ചു തീർക്കണം പെട്ടെന്ന്. എന്നിട്ട് നമ്മൾ വീണ്ടും ബാങ്കിലേക്ക് ഡെപ്പോസിറ്റുകൾ കൊണ്ടുവരണം. അത് പക്ഷേ നമ്മളെ ആരും പറഞ്ഞു തരാറില്ല. ലോൺ എടുക്കാനേ പറഞ്ഞു തരാറുള്ളൂ. നിങ്ങൾ ഡെപ്പോസിറ്റുകളിലായിരിക്കണം ശ്രദ്ധിക്കുന്നത്, ലോണുകളിലായിരിക്കരുത്. ലോണുകൾ ആവശ്യത്തിന് എടുത്തു, അതിനകത്ത് തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ജീവിതം മുഴുവൻ ലോണായി പോകരുത്. അത് എത്രയും പെട്ടെന്ന് അധിക വരുമാനം കണ്ടെത്തി അടച്ചു തീർത്തിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മറ്റൊരു ബിസിനസ്സിലേക്ക് പണം മുടക്കണം ചെറിയ രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ പണം മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും, പണം കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് ലാഭം കിട്ടുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന മറ്റൊരു ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ അത് ഒരു എക്സ്പാൻഡ് ചെയ്ത് അതിലേക്ക് പണം മുടക്കുക. അപ്പോൾ നമുക്ക് പലയിടത്തു നിന്നും പണം വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യും. ആ ഒരു അവസ്ഥയിലെ ജീവിതം മാറത്തുള്ളൂ. നമ്മളെ ചെറുപ്പത്തിൽ മനസ്സിലാക്കി പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ അധപ്പതനത്തിന് കാരണം. ചിലവ് ചുരുക്കി ജീവിക്കണം മോനെ, അല്ലെങ്കിൽ നീ ഒരു തൊഴിലിൽ തന്നെ ജീവിതം മുഴുവൻ ജീവിക്കണം മോനെ, ഇതൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്. അത് തന്നെയാണ് നമ്മുടെ അധപ്പതനത്തിന് കാരണം. നമ്മൾ ഒരു ജോലി ചെയ്യുന്നത് നല്ലത് തന്നെ, പക്ഷേ ജീവിതം മുഴുവൻ ആ ഒരു ജോലി എന്നുള്ള വരുമാനത്തെ ശ്രദ്ധിക്കരുത്. ആ ജോലി ചെയ്തുകൊണ്ട് അധിക വരുമാനം ഉണ്ടാക്കിയാലേ സമ്പത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ സ്വന്തമായിട്ട് ചെയ്താലേ വരുമാനം വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്മുടെ പണം എന്ന് പറയുന്നൊരു ഫലമാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു ഫലമാണ്. അതുപോലെ പണമില്ലായ്മയും നമ്മുടെ ചിന്താഗതികളുടെ, നമ്മുടെ പ്രവൃത്തിയുടെ ഒരു ഫലമായി പണമില്ലായ്മയും ദാരിദ്ര്യവും. അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തയുടെ, നമ്മുടെ പ്രവൃത്തിയുടെ, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഫലം തന്നെയാണ് പണമില്ലായ്മ, ദാരിദ്ര്യം. അപ്പോൾ ഇത് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ചിലർ പറയാറുണ്ട് പണം അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും അബദ്ധമായ ചിന്താഗതിയാണ്. പണത്തിന് മാത്രം വേണ്ടി ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ മൂല്യങ്ങളുണ്ട്. നമുക്കൊരാൾക്കൊരു ചാരിറ്റി ചെയ്യണമെങ്കിൽ കൈ പണം വേണം. അപ്പോഴാണ് പണം ദൈവികമാകുന്നത്. അപ്പം പണത്തെ നമ്മൾ ദൈവികമായി നമുക്ക് ജീവിക്കാനും നമ്മുടെ കുടുംബത്തിലുള്ളവർ ജീവിക്കാനും നമുക്കൊരാളെ സഹായിക്കാനും ഒക്കെ വേണ്ടി പണം ചിന്തിക്കുക. അപ്പോഴത് ദൈവികമാകുന്നത്, അത് മൂല്യങ്ങളുണ്ടാകും. ഇപ്പം ചിലർ പറയുന്നത് എനിക്ക് പണം കൊണ്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല, പണം ഉള്ളതുകൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ചിലർ പറയും. പക്ഷെ അത് ഏറ്റവും വലിയ അബദ്ധധാരണയാണ്. നിങ്ങളുടെ മക്കളെ, ഭാര്യയെ ഒക്കെ നിങ്ങൾ കാണുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണെങ്കിൽ അവരിൽ നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ടാകും. നിങ്ങൾ അവരെ ഒരു പ്രാധാന്യമില്ലാതെ കാണുകയാണെങ്കിൽ അവർ നിങ്ങളെ അതുപോലെ ആയിരിക്കും കാണുന്നത്. നിങ്ങളുടെ ജീവിതം പരാജയമായിരിക്കും. അതുപോലെ പണത്തെ നിങ്ങൾ പ്രാധാന്യമില്ലാതെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ?
അങ്ങനെ ചിന്തിക്കണം. ഈ സമ്പത്തുള്ളവരെല്ലാം ചിന്തിക്കുന്നത് ഞാൻ പണത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. സമ്പത്തില്ലാത്ത ദരിദ്രന്മാരെല്ലാം ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും ജീവിച്ചാൽ മതി എന്നാണ്. ഇത് ആ ചിന്താഗതിയുടെ കുഴപ്പമാണ്. ചിന്താഗതിയുടെ കുഴപ്പമാണ് പണം വരാത്തത്. അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയ എങ്ങനെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ളതിന് ഇന്ന് ദാരിദ്ര്യമായിരിക്കും. ഒരു ആശുപത്രി കേസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതം ഒരു കടവും വീടും വിറ്റെല്ലാം വിറ്റൊരു വഴിയാവും. പക്ഷെ നമ്മൾ പണത്തെ സൃഷ്ടിക്കുന്നത് ചിന്തിക്കുന്നവനാണ് സ്വന്തമായിട്ട് ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ദിവസവും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം അവൻ സൃഷ്ടിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നല്ല തൊഴിലുള്ളവരാണെങ്കിൽ അധിക വരുമാനം ഉണ്ടാക്കി പണത്തെ കൂടുതൽ സൃഷ്ടിക്കാൻ ശ്രമിക്കും. അവരാണ് ജീവിതത്തിൽ നേടുന്നത്. ഇതെല്ലാം നമ്മളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ധാരണകളുടെ ചിന്താഗതികളുടെ കുഴപ്പമാണ്. വരുമാനം കൂടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. വരുമാനം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കണം. നമ്മളെക്കൊണ്ട് അതിന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു ഒരു 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 ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ കടയിൽ ഓരോ കസ്റ്റമറുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം പണം വന്നോളൂ എന്നുള്ളതാണ്. അപ്പം ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഇപ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരും ഞാൻ കാണുന്നവരും ഞാൻ കേൾക്കുന്നവരും പലരും ഇന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു കാരണം ഞാൻ തന്നെയാണ്. സന്തോഷത്തോടെ ഞാൻ കാരണമാണ്. കാരണം ഞാൻ ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. വലിയൊരു മരത്തിൻ്റെ ചോട്ടി ഒരു നിൽക്കുന്ന ഒരു തയ്യെ ഒരിക്കലും ആ വലിയ മരത്തെക്കാട്ടും വലുതാകത്തില്ല. ആ വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് അത് മാറ്റി നടുമ്പോൾ മാത്രമാണ് ഈ മരത്തെക്കാട്ടിലും വലിയ മരമായിട്ട് വരിക. നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പണം വരത്തുള്ളൂ. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴൊരിക്കലും നിങ്ങൾ അധികമായിട്ട് ധനം നിങ്ങളിൽ വരത്തില്ല. നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് എത്ര തുച്ഛമായൊരു തുക മാത്രമേ നിങ്ങളിൽ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് യഥേഷ്ടം പണം വരത്തുള്ളൂ. അത് എങ്ങനെ നിങ്ങളെപ്പം പ്രവർത്തിക്കുന്നു അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ സാമ്പത്തികമായ തട്ടിപ്പുള്ളിൽ പോയി ചാടണമെന്നല്ല പറയുന്നത്. ആലോചിച്ച് നമ്മൾക്ക് ഒരുപാട് കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. അതൊക്കെ പലർക്കും പല കഴിവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ തയ്യക്കാരിയുടെ കഥയല്ല, അതൊരു അനുഭവമാണ്. അവർ സ്വന്തമായിട്ട് ഒരു റൂമൊക്കെ എടുത്ത് അവർ ചെയ്ത അവർക്ക് കഴിവുണ്ട്. പക്ഷെ അവർക്ക് പണത്തെക്കുറിച്ചൊരു ധാരണയില്ല. മാത്രമല്ല ഈശ്വരാധീനമില്ല, അമ്പലത്തിലൊന്നും പോകത്തില്ല. പക്ഷെ ഞാൻ ചെയ്ത് ഇപ്പോൾ നിസ്സാരം ഒരു ചായക്കടക്കാരൻ്റെ വരുമാനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയൊന്നുമല്ല. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഒരു ചായക്കടക്കാരൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല. അവൻ ദിവസവും കച്ചവടം കൂടുന്നതനുസരിച്ച് അവൻ്റെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ അവൻ ആ പണത്തിന് മൂല്യം അന്നത്തെ മൂല്യം അവന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇപ്പം സാധനത്തിന് വില കൂടിയാൽ അവനെ ബാധിക്കാറില്ല. കാരണം അവൻ്റെ സാധനത്തിന് വില കൂട്ടും. അപ്പോൾ പണത്തിന് അന്നത്തെ മൂല്യം അവന് കിട്ടുന്നുണ്ട്. മാസശമ്പളക്കാരൻ അന്നത്തെ മൂല്യം കിട്ടണമെന്നില്ല. അവന് ശമ്പളം എപ്പോഴും കൂട്ടണമെന്നില്ല. അതുപോലെ അവൻ കഷ്ടപ്പെടുന്നതിൻ്റെ എത്രയോ തുച്ഛമായ ഒരു അംശമേ അവന് കിട്ടുന്നുള്ളൂ. അവൻ്റെ കഴിവിനനുസരിച്ചുള്ള പണം അവനിലേക്ക് വരുന്നില്ല. അത് സ്വന്തമായിട്ട് അവന് വേണ്ടി അവൻ്റെ സമയം ചെലവഴിക്കുമ്പോഴാണ് അവനവന് പണം വരുന്നത്. അപ്പം ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞത്, എൻ്റെ അറിവുകളാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു മാറിയ ജീവിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാനൊന്നും കുഴപ്പമില്ല. എല്ലാം അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ.